Hi everyone, നിങ്ങളുടെ HDFC ബാങ്കിന്റെ നെറ്റ് ബാങ്കിങ്ങിന്റെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിന്റെ ലിങ്കിൽ കയറിയിട്ടുണ്ട്. അതിനുശേഷം കസ്റ്റമർ ID അല്ലെങ്കിൽ യൂസർ ID നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കസ്റ്റമർ ID നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന വെൽക്കം പാക്കിൽ ഡോക്യുമെൻറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇനി അതല്ല നിങ്ങളത് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോർഗോട്ട് കസ്റ്റമർ ID എന്ന ഓപ്ഷൻ അടിക്കാവുന്നതാണ്. നിങ്ങളിനി യൂസർ ID സെറ്റ് ചെയ്തിട്ടുണ്ട് നെറ്റ് ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ കസ്റ്റമർ ID ആണ് എൻ്റർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ഒരു സ്ക്രീനാണ്. ഇവിടെ നമുക്ക് പാസ്വേഡോ അല്ലെങ്കിൽ IPNO എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും മറന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ശേഷം നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീനാണ് ലഭിക്കുന്നത്. ഇവിടെ നമുക്ക് കസ്റ്റമർ ID ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ ID അല്ലെങ്കിൽ യൂസർ ID. അതിനുശേഷം നമുക്ക് ഗോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസും ATM കാർഡിൻ്റെ ഡീറ്റെയിൽസും നൽകി ഒതൻറ്റിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ IDയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യം എങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും അവർ OTP സെൻഡ് ചെയ്യും. അപ്പോൾ ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒതൻറ്റിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും നൽകിക്കൊണ്ടും ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഡെബിറ്റ് കാർഡിൻ്റെ പിന്നും അതുപോലെ തന്നെ കാർഡ് നമ്പറും വാലിഡിറ്റിയും ഒക്കെ ആയിരിക്കും അപ്പോൾ ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഉപയോഗിച്ചുകൊണ്ടാണ് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏത് മെത്തേഡാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സ് അവർ കാണിക്കുന്നുണ്ട്. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എത്രയാണെന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ SMS-ലേക്ക് വരുന്ന OTPയും അതായത് മൊബൈലിൽ രജിസ്റ്റേർഡ് മൊബൈലിൽ SMS ആയി നമുക്ക് ലഭിക്കുന്ന OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിലായിട്ട് നമുക്ക് വന്നിട്ടുള്ള OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ രണ്ടും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒതൻറ്റിക്കേഷൻ ഇമേജ് അവർ കാണിക്കുന്നുണ്ട്. നെറ്റ് ബാങ്കിങ് ചെയ്യുന്ന സമയത്ത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞ 3 തവണ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സെയിം പാസ്വേഡ് ആയിരിക്കരുത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും. അതുപോലെ തന്നെ 8 മുതൽ 15 ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ മാത്രമല്ല അതിൻ്റെ ആൽഫബറ്റ്സും അതുപോലെ നമ്പേഴ്സും സ്പെഷ്യൽ ക്യാരക്ടർ അടങ്ങുന്നതായിരിക്കണം നമ്മൾ ചെയ്യുന്ന പുതിയ പാസ്വേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ I accept terms and conditions എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്തത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ചിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് ലോഗിൻ ചെയ്യാനാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് HDFCയുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.